കേരളത്തിൽ ബി.ജെ.പി. മത്സരിക്കുന്നത് 16 സീറ്റുകളിലാണ്. ബാക്കി 4 സീറ്റുകളിൽ മത്സരിക്കുന്നത് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസ് ആണ്. ബി.ഡി.ജെ.എസ് നേരത്തെ മത്സരിച്ചിരുന്ന പല ലോക്സഭാ മണ്ഡലങ്ങളും ഇക്കുറി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ബി.ഡി.ജെ.എസിന്റെ സംസ്ഥാന നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചിരുന്നത് സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് എതിരായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ. അതുപോലെ തന്നെ ആലത്തൂരും മത്സരിച്ചിരുന്നു ബി.ഡി.ജെ.എസ്. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. ആലത്തൂരും വയനാടും ഒന്നുമല്ല ബി.ഡി.ജെ.എസ് മത്സരിക്കുവാൻ പോകുന്നത്. ബി.ജെ.പിയുടെ തന്നെ A+ മണ്ഡലങ്ങളിൽ ഒന്നായ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഇറങ്ങുവാൻ പോകുന്നത് ബി.ജെ.പിക്ക് പകരം ബി.ഡി.ജെ.എസ് ആണ്. എന്നാൽ അതിൽ ഇപ്പോഴും ബി.ജെ.പിയിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും അണികൾക്കും വലിയ ഭിന്ന അഭിപ്രായമുണ്ട്. A+ ലോക്സഭാ മണ്ഡലമായ മാവേലിക്കരയെ എന്തിനാണ് ബി.ഡി.ജെ.എസിന് നൽകുന്നത് എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത്. ബി.ഡി.ജെ.എസിന് 4 സീറ്റുകൾ നൽകുമ്പോൾ ബി.ജെ.പി പറഞ്ഞത് ഒരേ ഒരു ആവശ്യം മാത്രമായിരുന്നു. അത് കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം എന്നുള്ളതായിരുന്നു. 6 ലോക്സഭാ മണ്ഡലങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ബി.ജെ.പി A+ ലോക്സഭാ മണ്ഡലങ്ങളായി കണ്ടിരുന്നതെങ്കിൽ പോലും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിനെ പിന്നീട് പര്യടനത്തിന് ശേഷം, കേരള പദയാത്രയ്ക്ക് ശേഷം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആലത്തൂരിനെയും A+ മണ്ഡലമായി കണക്കാക്കി. കർഷകർ നിരവധിയുള്ള ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ കർഷക ആത്മഹത്യയും അതിനോടൊപ്പം തന്നെ നെല്ല് സംഭരണം അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ബോധ്യവും ബി.ജെ.പിയോട് അനുകമ്പ പ്രകടിപ്പിക്കുന്നവർ നിരവധി കൊണ്ട് ആലത്തൂര് എന്ന കണക്കെടുപ്പുമാണ് ആലത്തൂരിനെ കൂടി A+ ലോക്സഭാ മണ്ഡലമാക്കി മാറ്റിയത്. അതുകൊണ്ട് നേരത്തെ ബി.ഡി.ജെ.എസ് മത്സരിച്ചിരുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇക്കുറി ബി.ജെ.പി ചോദിച്ചു വാങ്ങി. അങ്ങനെ ആലത്തൂര് ബി.ജെ.പി ചോദിച്ചപ്പോൾ പകരം ബി.ഡി.ജെ.എസ് ചോദിച്ചു വാങ്ങിയ ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. എന്നാൽ മാവേലിക്കരയിൽ ബി.ഡി.ജെ.എസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യത കുറവാണ്. ബി.ജെ.പി മത്സരിച്ചാൽ താമര ചിഹ്നത്തിൽ മത്സരിച്ചാലാണ് സാധ്യതകൾ കുറച്ചുകൂടി ഏറെയുള്ളത് എന്ന വാദമാണ് ബി.ഡി.ജെ.എസിനെ മാവേലിക്കരയിൽ മത്സരിപ്പിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ബി.ജെ.പിയിലെ ഒരു ഘടകം ആളുകൾ ഇപ്പോഴും പറയുന്നത്. കോട്ടയം, ഇടുക്കി, മാവേലിക്കര, എറണാകുളം അടങ്ങുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ബി.ഡി.ജെ.എസ് മത്സരിക്കുവാൻ പോകുന്നത്. സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയുള്ള അന്തിമ തീരുമാനം എടുക്കുവാൻ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയോടുകൂടി ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. അതിൽ ആരൊക്കെ എവിടെ മത്സരിക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരും. മാവേലിക്കര SC/ST മണ്ഡലമായതുകൊണ്ട് തന്നെ മാവേലിക്കരയിൽ ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത് കേരള പുലേർ മഹാസഭയുടെ സംസ്ഥാന ഭാരവാഹികൾ ആരെങ്കിലും ആയിരിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ ബി.ഡി.ജെ.എസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ബി.ഡി.ജെ.എസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ബി.ജെ.പിയുടെ പിന്തുണയും ഒപ്പം ബി.ഡി.ജെ.എസിന്റെ അനുഭാവികൾ നിരവധിയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇക്കുറി ബി.ഡി.ജെ.എസ് സീറ്റ് ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലെല്ലാം വിജയ സാധ്യത വളരെ ഏറെയാണ് ബി.ഡി.ജെ.എസിന് എന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട്. ബി.ഡി.ജെ.എസിന് കേരളത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുവാൻ സാധിച്ചിരുന്നില്ല ഈ നാൾ വരെ. എന്നാൽ ബി.ജെ.പിയോടൊപ്പം ചേർന്നതോടെ വലിയ കോളിളക്കം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു സംഘടനയായ ബി.ഡി.ജെ.എസ് മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. SNDP സമുദായത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി ശക്തമായ രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണ് ബി.ഡി.ജെ.എസ്. കഴിഞ്ഞ തവണ വയനാട്ടിലടക്കം മത്സരിച്ച ഇടങ്ങളിലെല്ലാം തോൽവി നേരിടേണ്ടി വന്നെങ്കിലും ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി.ഡി.ജെ.എസ് ഉള്ളത്. എന്തായാലും ബി.ജെ.പിയുടെ സഹായത്തോടു കൂടി ബി.ജെ.പിയുടെ A+ മണ്ഡലമായ മാവേലിക്കര ബി.ഡി.ജെ.എസിന് ലഭിക്കുമോ, ഇല്ല മാവേലിക്കരയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ലോക്സഭാ മണ്ഡലങ്ങൾ അവർക്ക് നൽകുമോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇനിയും വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടതായുണ്ട്. വെള്ളിയാഴ്ചയിൽ ചിത്രം തെളിയും. എന്തായാലും വെള്ളിയാഴ്ചയിൽ ബി.ഡി.ജെ.എസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനമാകുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രാധാന്യത്തോടു കൂടി ഉണ്ടാകുവാൻ പോകുന്നത് ഇടുക്കിയും എറണാകുളവും മാവേലിക്കരയും ചാലക്കുടിയുമാണ്. ഇതിൽ മാവേലിക്കര ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സംശയമായി നിലനിൽക്കുന്നത്. ബി.ജെ.പി വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ മാവേലിക്കരയിൽ ബി.ഡി.ജെ.എസിന് മത്സരിക്കുവാൻ സാധിക്കുകയുള്ളൂ. A+ മണ്ഡലമായ മാവേലിക്കര തങ്ങൾക്ക് ലഭിച്ചാൽ തീർച്ചയായും അവിടെ വിജയം കൈവരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ഡി.ജെ.എസ് ഉള്ളത്. ഇനി മാവേലിക്കര അല്ലെങ്കിൽ ബി.ഡി.ജെ.എസിന് ഏത് സീറ്റ് നൽകുമെന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് വലിയ ആത്മവിശ്വാസമുള്ളപ്പോൾ അത്രമേൽ വലിയ ആത്മവിശ്വാസമൊന്നുമില്ലാത്ത ലോക്സഭാ മണ്ഡലങ്ങളാണ് ബി.ഡി.ജെ.എസിന് നൽകിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ സാഹചര്യത്തിൽ ബി.ഡി.ജെ.എസ് പൊരുതി നിൽക്കുവാൻ തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ്. മാവേലിക്കരയിലും ഇടുക്കിയിലും ചാലക്കുടിയിലും എറണാകുളത്തുമെല്ലാം മികച്ച ഭൂരിപക്ഷത്തോടു കൂടി മുൻപന്തിയിലെത്തുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ഡി.ജെ.എസ് ഉള്ളത്.